ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ആരും പേടിക്കണ്ട, ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ എണീറ്റു. ഇപ്പം അരിപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് സ്ക്രബ് ചെയ്യാൻ വേണ്ടി എൻ്റെ വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ളത് പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് മുഖത്തിട്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വിഷു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തു. അതേ ഡ്രസ്സ് തന്നെയാണ് ഈ ഇടുന്നത്. ഓക്കെ, അപ്പം ഞാൻ വേറെ പുതിയ ഡ്രസ്സൊന്നും എടുത്തില്ല ഓണത്തിന്. അന്ന് വിഷുവിന് നമുക്ക് സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം ഓണം പരിപാടി ഇല്ലായിരുന്നു, വയനാട് എന്തോ ഇതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിഷുവിനിട്ട അതേ ഇത് തന്നെയാണ് ഇടുന്നത്. അപ്പം രാവിലെ അമ്മ എനിക്കതെല്ലാം തേച്ച് തന്നു. ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ തല കഴുകുകയൊക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ മുടി ഉണങ്ങില്ല. നമുക്ക് രാവിലെ 8 മണിയാകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, 9 മണിയാകുമ്പോൾ സ്കൂളിൽ എത്തണമെങ്കിൽ. അപ്പം നമുക്ക് ആദ്യം മുടി നല്ലപോലെ ഒന്ന് ഈരി കെട്ടി വെച്ചിട്ട് കുളിക്കാൻ പോകാം, ദേഹം കഴുകാം. രാവിലെ തല കഴുകി, അല്ലെങ്കിൽ ഉണങ്ങില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ മുറി എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകാൻ റെഡിയായാൽ പിന്നെ എൻ്റെ മുറി ഇങ്ങനെയാണ്, ഫുൾ അലങ്കോലമാവും. ഞാൻ എല്ലാം എടുത്ത് അവിടെ ഇവിടെ ഇട്ട് പിന്നെ അതെനിക്ക് ഒന്നുകൂടെ ക്ലീൻ ആക്കാൻ എക്സ്ട്രാ ടൈം ഞാൻ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ്. 14th ആണ് നമ്മുടെ 14th ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. ബട്ട് എനിക്ക് അന്നിടാൻ പറ്റിയില്ല. ഇപ്പോൾ എക്സാംസും ആണ്. അപ്പോൾ എക്സാംസായിട്ട് എനിക്കാണെങ്കിൽ അന്ന് എനിക്ക് വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ എക്സാംസിൻ്റെ ഒരു ഇതും, പിന്നെ എനിക്കിപ്പോൾ എന്നും വയ്യ. സത്യം പറഞ്ഞാൽ എന്നും എനിക്കിപ്പോൾ പനിയായിട്ട് മിക്ക ദിവസവും എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നും എനിക്കിപ്പോൾ സിക്ക് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ എന്ത് പറ്റിയെന്നറിയില്ല. ബട്ട് അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ. സോ ഇന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുടി നല്ലപോലെ ഞാൻ അതിന് ആക്സസറീസ് ഒന്നും വാങ്ങിച്ചില്ല. എൻ്റെ വളയൊന്നും ഇല്ല. പുതിയ മറ്റേ മുല്ലപ്പൂ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. ഉള്ളത് ഇട്ടുകൊണ്ട് പോവുകയാണ്. ബിക്കോസ് എനിക്ക് കടയിൽ പോകാൻ പറ്റിയില്ല, പനി ആയതുകൊണ്ട് തന്നെ. എനിക്ക് സ്കൂളിൽ നമുക്കിതുവരെ സ്കൂളിൽ ഓണപ്പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. അപ്പം പ്ലസ് വണ്ണിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താവും എന്നൊരു ഇതില്ല. ബട്ട് സദ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ എല്ലാ സ്കൂളിലും പറ്റുമോ എനിക്കറിയില്ല. ബട്ട് നമ്മുടെ സ്കൂളിൽ പ്രത്യേകം പറഞ്ഞു ഫോൺ കൊണ്ടുവരരുത് എന്നൊക്കെ. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. രാവിലത്തെ ഇത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ ഫോൺ കൊണ്ടുവരികയാണെങ്കിൽ കൂടെ എടുക്കുന്ന ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഫുൾ ലുക്ക് കിട്ടുമല്ലോ. ഞാനാണ് ഈ കമ്മൽ ഇന്നലെയാണ് എടുത്തിട്ട്. മറ്റേ ഞാൻ വരവ് കമ്മലാണ്, സ്വർണ്ണം അല്ലാത്ത കമ്മലാണ് ഇടാറുള്ളത്. അപ്പം ഇന്നലെ ഈ കമ്മൽ എടുത്തിട്ടപ്പോൾ എൻ്റെ കാത് പിന്നെയും പഴുത്ത് ഒരുമാതിരിയായി. ഞാൻ ഒരുപാട് നാളായി ഇങ്ങനത്തെ കട്ടിയുള്ള ആണിയുള്ള കമ്മലിട്ടിട്ട്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കാം, അടുക്കി. കണ്ടു മുറിയുടെ അവസ്ഥ. ആ ബാഗൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബസ്സിൽ പോകുന്നതുകൊണ്ട് മഴയും ഒക്കെ ആയതുകൊണ്ട് കുടയും പൈസയൊക്കെ വെക്കാൻ ഞാൻ ബാഗ് എടുത്തു. പിന്നെ തൊണ്ടവേദന ആയതുകൊണ്ട് ചൂടുവെള്ളവും കൂടെ എടുക്കാൻ വേണ്ടി ഫ്ലാസ്കും എടുത്തിരുന്നു. അപ്പോൾ ഇതാണ് ഇടുന്നത്. ഇത് അടിപ്പാവാട ഇതാണ് ഡ്രസ്സ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഞാൻ വിഷുവിന് ഇട്ട അതേ ഇത് തന്നെയാണ്. ഇതാണ് പാവാട. അതൊരു വൈറ്റും ഗോൾഡനും കളർ ഇതാണ്. രാവിലെ തേച്ച് വെച്ചിരിക്കുകയാണത്. എനിക്ക് തേക്കാൻ അറിയില്ല. അങ്ങനെ അമ്മ എനിക്ക് രാവിലെ എണീറ്റ് വന്നു തേച്ച് തന്നു. അപ്പം ഇതാണ് ബാഗ്. ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പേഴ്സ് ബാഗിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അതിലാണ് ഞാൻ ബസ്സിൽ പോകാൻ പൈസ ഇടുന്നത്.
ഈ ബസ്സിൽ പോകാനുള്ള പൈസ ഇടാനും പിന്നെ എന്താണ് കുടയും വാട്ടർ ബോട്ടിലും വെക്കാൻ മാത്രമാണ് ഞാൻ ബാഗ് എടുക്കുന്നത്. ബാഗ് കൊണ്ടുവരണ്ടെന്ന് ടീച്ചർ പറഞ്ഞതാണ്. എന്നാലും എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ചൂടുവെള്ളം ഇല്ലാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ്. സോ അതുകൊണ്ട് ഫ്ലാസ്കും കൊണ്ടുപോകണം. പിന്നെ മഴയാണ് ഇവിടെ രാവിലെ, അതുകൊണ്ട് കുടയും എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ മുഖത്തെ ഇതെല്ലാം കഴുകിക്കളഞ്ഞു. അത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ആൻഡ് കുളിച്ചു. ഞാൻ തല രാവിലെ കഴുകിയായിരുന്നു. സോ ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ ഇതാണ് മറ്റേ പാവാട ഇട്ടില്ല, അത് ലാസ്റ്റാണ് ഇടുന്നത്. ഇത് അടിപ്പാവാട ആൻഡ് ദ ബ്ലൗസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് മുഖത്ത് മുഖത്ത് കാര്യങ്ങൾ ചെയ്യാം. ഫേസ് മേക്കപ്പ്. ഞാൻ അധികം മേക്കപ്പ് ചെയ്യാറില്ല. പൗഡർ, പൊട്ട്, ഐലൈനർ, ഇത് തന്നെയാണ് എൻ്റെ മേക്കപ്പ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ ആദ്യം ഇടുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാനധികം ഇടാറില്ല. ഇപ്പം +1 ഫുൾ ഞാൻ ഇടുമായിരുന്നു. ബട്ട് +2 നമ്മളിപ്പോൾ വീട് മാറിയപ്പോൾ ഇത് കാണാനില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഇത് കണ്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിടാം. കാരണം നമുക്ക് ഉച്ചവരെ ഉള്ളൂ. പരിപാടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യ തന്നിട്ട് വിടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പം എന്തായാലും ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഞാൻ കരിഞ്ഞില്ലാതാകും. അപ്പോൾ ഇനി സൺസ്ക്രീൻ ഇട്ടില്ല എന്നുള്ളൊരിത് വേണ്ട. സോ നമുക്ക് സൺസ്ക്രീൻ ഇടാം. എനിക്കിപ്പോഴും എൻ്റെ ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം പനി സീസണാണ്. എനിക്ക് ഒരു പ്രാവശ്യം ഇപ്പം ഒരാഴ്ച പനിയായിരിക്കും. അത് കഴിഞ്ഞ് 2 ദിവസം പനി മാറും, പിന്നെയും പനി ഒന്നുകൂടെ വരും. അങ്ങനെയാണ്. എനിക്ക് ചുമച്ച് എനിക്ക് വയ്യ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഓണം, +2ൻ്റെ ലാസ്റ്റ് ഓണമാണ്, സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ഓണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. കുറേ പേര് ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേര് നിർബന്ധിച്ച് വാ എന്നും പറഞ്ഞു. സോ അതുകൊണ്ടും ഒക്കെ കൂടെയാണ്. അല്ലെങ്കിൽ ഞാൻ ഒട്ടും വയ്യായിരുന്നു എനിക്ക്. ഞാൻ ഇങ്ങനെ ഓണം സെലിബ്രേഷന് പോകുന്നതുകൊണ്ട് തന്നെ തലേദിവസം ഞാൻ ലീവ് എടുത്തു. കാരണം ഇന്നലെയും കൂടെ പോയാൽ ഞാൻ പിറ്റേ ദിവസത്തേക്ക് സോ നെക്സ്റ്റ് വൺ ഈസ് പൗഡർ. സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് സ്റ്റെപ്സൊന്നും എനിക്കറിയില്ല. പൗഡർ ഇട്ടിട്ടാണ് സൺസ്ക്രീനാണോ ലാസ്റ്റ് ഇടേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് എപ്പോഴും ഇടാറുള്ളത്. ആദ്യം സൺസ്ക്രീൻ ഇട്ടിട്ട് പൗഡർ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് പൗഡർ ആൻഡ് ആ മാസ്ക് ഇല്ലേ, അരിപ്പൊടിയും വെള്ളവും കൂടെ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അത് നമ്മുടെ ഫേസിനൊരു സ്മൂത്തായിട്ടുള്ളൊരിത് തരും. സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ആണ് പ്രധാനമായിട്ടും. അതൊക്കെ മാറും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ. നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇനിയും ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് പൊട്ടാണ്. ഞാൻ ചെറിയ സൈസ് പൊട്ടേ വെക്കാറുള്ളൂ. ഞാൻ വലിയ പൊട്ട് വെക്കാറില്ല. എനിക്കിഷ്ടമല്ല വലിയ പൊട്ട്. സോ നെക്സ്റ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് പൊട്ടാണ്. പൊട്ട് നമുക്ക് കണ്ണാടി നോക്കി വെച്ചാലേ ശരിയാവുള്ളൂ. ഫോണിൻ്റെ ഇത് വെച്ച് നോക്കിയാണെങ്കിൽ ശരിയാവില്ല പൊട്ടൊരിക്കലും. സോ പൊട്ട് തൊട്ടു. നമ്മൾ ഇനിയും അടുത്ത പരിപാടി കണ്ണെഴുതുക എന്നുള്ളതാണ്. ബട്ട് ഐലൈനർ കാണാനില്ല. ഞാൻ ഇപ്പോൾ ഐലൈനർ എടുത്തിട്ട് വരാം. എൻ്റെ ഐലൈനർ ഞാൻ +1 തുടങ്ങിയപ്പോൾ ഒരു ഐലൈനർ വാങ്ങിച്ചതാണ് സ്റ്റുഡിയോയിൽ നിന്ന്. ആൻഡ് അത് തീരാറായി. അതിൻ്റെ പിടിയും അതൊക്കെ ഒരുമാതിരിയായി. സോ ഇന്ന് ഞാൻ അനിയത്തിയുടെ ഐലൈനർ ആണ് എടുക്കാൻ പോകുന്നത്. സോ ഓക്കെ, അപ്പോൾ ഐലൈനർ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഐലൈനർ എഴുതുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ഏറ്റവും പാട്. ബിക്കോസ് എൻ്റെ ഒരു കണ്ണിൽ നല്ല രീതിയിൽ വരും, ഒരു കണ്ണിലാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും വരിക. അപ്പം ഐലൈനർ എഴുതുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചുമയെല്ലാം ചുമച്ച് തീർക്കുകയാണ്. കാരണം ഐലൈനർ എഴുതുന്ന സമയത്ത് ചുമച്ചാൽ പിന്നെ ഞാൻ സ്കൂളിൽ പോവില്ല. കാരണം ഫുൾ ഇത് പടർന്ന്, ഒന്നാമത് എനിക്ക് എഴുതാൻ അറിയില്ല. പിന്നെ റൈറ്റ് ഐയിൽ എഴുതി കഴിഞ്ഞ് ലെഫ്റ്റ് ഐയിൽ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല.
അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ഐലൈനർ എഴുതുന്നത്. 2 കണ്ണിലും എഴുതി കഴിയാൻ തന്നെ എനിക്ക് 1 മണിക്കൂറിൻ്റെ ആവശ്യം വരും. കാരണം തുടച്ചു എഴുതിയും ഒരു രീതിയിൽ അത് ശരിയായി വരില്ല. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത കൺഫ്യൂഷൻ താഴെ എഴുതണോ വേണ്ടതെന്നാണ്. കണ്ണിൻ്റെ മുകളിലാണ് ഞാൻ സാധാരണ എഴുതാറുള്ളത്, താഴെ അതേ എഴുതാറില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അമ്മയോട് പോയി ചോദിച്ചിട്ട് വന്നതാണ് താഴെ ഐലൈനർ എഴുതണോ, താഴെ എഴുതിയാൽ കൊള്ളായിരിക്കുമോ എന്നൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു താഴെയും കൂടെ എഴുതാൻ. അപ്പോൾ അത് കേട്ടാണ് ഇപ്പോൾ താഴെ എഴുതാൻ വന്നതാണ്. ആൻഡ് താഴെ യൂഷ്വലി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ താഴെ എഴുതാറില്ല, ബിക്കോസ് അതെനിക്ക് അധികം ചേരാറില്ല എന്നല്ല, എന്തോ എനിക്ക് ഒരുമാതിരി പോലെ തോന്നും. ബട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു താഴെയും കൂടെ എഴുതിക്കൊണ്ട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ താഴെ എഴുതി മുകളിലും എഴുതി. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ലവ് യുവർ സെൽഫ് എന്നാണല്ലോ. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു കണ്ണെഴുതിയത്. ബട്ട് സ്കൂളിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ ബസ്സിലാണ് രാവിലെ പോയത്. അപ്പോൾ സ്കൂളിലെത്തിയപ്പോഴത്തേക്ക് ഐ ആം ടോട്ടലി ഞാൻ വിയർത്ത്. ആൻഡ് അന്ന് രാവിലെ ഭയങ്കര മഴയായി ഒരു വല്ലാത്ത ദിവസമായിരുന്നു രാവിലെ. ലൈക്ക് എൻ്റെ ഷൂ ഫുൾ നനഞ്ഞു അങ്ങനെ. അപ്പോൾ നമ്മളിനി മുടി കെട്ടാൻ എങ്ങനെയാണ് കെട്ടുന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ കടക്കുകയാണ്. സത്യം പറയാലോ, എനിക്ക് മുടി ഭയങ്കര ഇതായിട്ടുള്ള ഹെയർ സ്റ്റൈലിൽ കെട്ടാൻ എനിക്കറിയില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടി അഴിച്ചിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ രാവിലെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് കുളമാവും, കാറ്റടിച്ച്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് സേവ് ചെയ്ത് വെച്ചിരുന്നു, അതായത് ഓണം ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അത് കെട്ടാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ കാണിച്ചിട്ടും എത്രയൊക്കെ ആയിട്ടും ഒരു രീതിയിലും എൻ്റെ ഇത് ശരിയായിട്ട് വന്നില്ല. അങ്ങനെ ഞാൻ അവസാനം ഗിവപ്പ് ചെയ്തു. കാരണം ഞാൻ ഇതും കെട്ടിക്കൊണ്ട് വിടാമെന്നാൽ എൻ്റെ ബസ് പോവും, പിന്നെ ഓണപ്പരിപാടിക്ക് പോകേണ്ടി വരില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്ത് അവസാനം ഫെയിലായിരിക്കുകയാണ്. ഒരു സൈഡിൽ മാത്രമേ കറക്റ്റായിട്ട് വന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തലയും കെട്ടിക്കൊണ്ട് നിൽക്കാതെ ഒരു ക്ലിപ്പെടുത്ത് കുത്തിയിട്ട് നമുക്ക് ആക്സസറീസ് ഇടാം, മാലയും വളയും അതൊക്കെ ഇടാം എന്ന് വിചാരിച്ചു. ഈ മാലയാണെങ്കിൽ ഞാൻ +1 വാങ്ങിച്ചതാണ്. +2 സ്റ്റാർട്ട് ചെയ്തപ്പോൾ വാങ്ങിച്ചതാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ബിക്കോസ് ID കാർഡും ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ മാല ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓണപ്പരിപാടിക്ക് ഇതിട്ടിട്ട് പോകാം, ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത് ചേരുമായിരിക്കും എന്ന് വിചാരിച്ചു. കൊള്ളാം, എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിൻ്റെ കൂടെ ആ മാല ചേരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് വള ഞാൻ ഒരു കയ്യിൽ വാച്ചാണ് ഇടുന്നത്. അത് എനിക്ക് വാച്ചില്ലാതെ എനിക്കെങ്ങും പോകാൻ പറ്റില്ല, ബിക്കോസ് എപ്പോഴും ഞാനിങ്ങനെ ഒരു മസിൽ മെമ്മറി പോലെ എപ്പോഴും ഞാൻ എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വാച്ച്. സോ വാച്ചില്ലാതെ ഞാനെങ്ങും പോകാറില്ല. സോ നമുക്ക് വാച്ചിടാം. കാരണം എൻ്റെ കയ്യിൽ ഒറ്റ വളയേ ഉള്ളൂ, ഒരുപാട് മിനുക്ക വളയില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ വളയാണ് ഇടുന്നത്. ഒരു പിങ്ക് കളർ ഷെയ്ഡൊക്കെ വന്നിട്ടൊരു ഒറ്റ വളയുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ വാച്ച്. ഈ വാച്ചാണ് ഞാൻ എല്ലായിടവും കൊണ്ടുപോകുന്നത്. ഒരു അപ്പൂപ്പൻ എനിക്ക് തന്നതാണ്. സോ ഈ വാച്ച്. നെക്സ്റ്റ് നമ്മളിനി വളയാണ്. വള ഇതുപോലെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു വളയാണ് ഈ വള ഞാൻ ഓണത്തിന് വാങ്ങിച്ചതാണ്. ഓണത്തിനല്ല, കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചതാണ്. ഞാനെങ്ങും ഇട്ടിട്ടില്ല. അന്ന് സ്കൂളിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചു, അന്നില്ലായിരുന്നു. സോ ഇനി നമ്മൾ നമുക്ക് തല എങ്ങനെയെങ്കിലും കെട്ടാം. തല എനിക്കാണെങ്കിൽ ഒരു രീതിയിൽ ഞാൻ കെട്ടാൻ നോക്കിയിട്ട് ഒരു രീതിയിലും എനിക്ക് കെട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം വിചാരിച്ചു എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലിലേക്ക് തന്നെ മാറാം എന്ന്. ദാറ്റ് ഈസ് പുറമോട്ടെടുത്ത് വെച്ചും അവിടെ ക്ലിപ്പ് കുത്തുന്നതാണ്. ഞാൻ യൂഷ്വലി എന്നും സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകുന്ന അതേ ഹെയർ സ്റ്റൈലാണ്. എനിക്കതല്ലാതെ വേറെ ഒന്നും അറിയില്ല, അതാണ്. അപ്പം അങ്ങനെ ഇനിയും കെട്ടിക്കൊണ്ട് നിന്നാൽ എൻ്റെ ബസ് പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ട് സ്കൂളിൽ ചെന്നിട്ട് സമയമുണ്ടെങ്കിൽ ആരോടെങ്കിലും കെട്ടിത്തരാൻ പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ
ഇങ്ങനെ ആണ് കെട്ടിക്കൊണ്ട് പോയത്. ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് മുടി കെട്ടാൻ. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, സമയത്തിൻ്റെ ഇതും കൊണ്ടും എൻ്റെ മുടി പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ അവസാനം എൻ്റെ സാധാ ഹെയർ സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് പോയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി മുടി കെട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ബാക്കി സ്കൂളിൽ ചെന്ന് കെട്ടാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് പാവാട ഇടാം. ലൈക്ക് എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്ന് പറയുക. എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്കിനിയും ലാസ്റ്റ് പരിപാടി ഇനിയും പാവാട ഇടുക എന്നുള്ളതാണ്. പാവാട ഇട്ടിട്ട് ആൻഡ് വി ആർ ഗോയിങ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഓണം സെലിബ്രേഷൻ ഇപ്പോഴേ തന്നെ ഞാൻ വിയർത്ത് തുടങ്ങി. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഫുൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ബായ്, ഞാൻ പോയി വരാം. അപ്പം എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതൊക്കെ ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ റീലെടുക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതിൽ ക്ലിയറായിട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് ഫുൾ ഔട്ട്ഫിറ്റ്. ആൻഡ് അപ്പോൾ ഞാൻ പോയി വരാം. ആൻഡ് ഫോട്ടോസ് ഞാൻ കൊടുക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.